നേരത്തെ ശിവപ്രസാദ് പറഞ്ഞത് ശരിവെക്കും വിധത്തിലേക്കൊരു മാധ്യമ വാർത്തയുടെ കാർഡാണ് ഞാനിപ്പോൾ കാട്ടിയത്. അതുകൊണ്ടാണ് എനിക്കും ഇത്രയും പറയേണ്ടി വന്നത്. കേരളം കുറേ കൂടി മെച്ചപ്പെട്ട മാധ്യമ പ്രവർത്തനം, ദൃശ്യമാധ്യമ പ്രവർത്തനം, മുഖ്യധാരാ ദൃശ്യമാധ്യമ പ്രവർത്തനം കേരളം അർഹിക്കുന്നുണ്ട്. ശിവപ്രസാദ് പറഞ്ഞ ഈ ഒരു ഒറ്റ ഉദാഹരണം മതി. രോഹിത് വെമൂലമാർ ഉണ്ടായാൽ വലിയ വൈകാരിക വിക്ഷുബ്ധം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം. യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് ആർക്കെങ്കിലും വേണ്ടി പ്ലാൻ ചെയ്താൽ നിന്നു കൊടുക്കേണ്ടതാണോ മാധ്യമപ്രവർത്തനം എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. ശിവപ്രസാദ്, തീർച്ചയായും ഞാൻ അവിടേക്കാണ് എൻ്റെ പോയിന്റ് എത്തിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ നോക്കൂ, ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കത്ത് അവിടുത്തെ ഒരു ഡീൻ സർവകലാശാല വൈസ് ചാൻസലർ കൊടുക്കുമ്പോൾ ആ കത്ത് ഞാൻ ബലമായും ന്യായമായും വിശ്വസിക്കുന്നത് ഈ കത്ത് കൊടുത്ത ആളോ അല്ലെങ്കിൽ വൈസ് ചാൻസലർ, കാരണം അവർ തമ്മിൽ നടന്ന കത്തിടപാടാണല്ലോ, ഈ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ചോർത്തി കൊടുക്കുമ്പോഴാണല്ലോ മാധ്യമങ്ങൾക്ക് ഈ കത്ത് കിട്ടുക. അല്ലാതെ കേരളത്തിനകത്ത് ഈ കത്തിൽ പറയുന്ന പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതി ഉന്നയിക്കപ്പെട്ട ആൾ അല്ലല്ലോ ഈ കത്ത് ചോർത്തി കൊടുക്കുക. അപ്പോൾ ഇവർ രണ്ടുപേർ ആരെങ്കിലും ഒരു കത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ ചോർത്തി കൊടുക്കുമ്പോൾ ഒരു ബേസിക് സ്റ്റഡി കേരളത്തിലെ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ, ബുദ്ധിജീവികൾ നടത്താൻ തയ്യാറാവുണ്ട്. കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട് കേട്ടോ, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നത് വലതുപക്ഷ ബുദ്ധിജീവികളുടെ. അപ്പോൾ കേരളത്തിലെ പ്രശ്നം എന്താണ്? ഹൈപ്പോത്തിസിസിൽ നിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ഇതിങ്ങനെയാണ്. ഏറ്റവും നന്നായി ആക്രമിക്കപ്പെടേണ്ടവർ, ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യപ്പെടേണ്ടവർ, നല്ല ആക്രമിക്കപ്പെട്ടാൽ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളവർ SFIക്കാരും ഇടതുപക്ഷക്കാരുമാണെന്ന ഹൈപ്പോത്തിസിസ് അവർ ഉൾക്കൊണ്ടിരിക്കുന്നു. റിയാലിറ്റി എന്ത് എന്നൊരു പരിശോധനയും നടത്താത്തവരായി കേരളത്തിലെ ഒരു സംഘം മാധ്യമപ്രവർത്തകരും വലതുപക്ഷ ബുദ്ധിജീവികളും മാറ്റി ഒരു റിയാലിറ്റി ചെക്ക് നടത്തിയിരുന്നെങ്കിൽ, ഈ കുട്ടിക്കാണ് MPhil ഇതേ അധ്യാപകർ സാക്ഷ്യപ്പെടുത്തിയത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വാർത്ത അവർ കൊടുക്കില്ലായിരുന്നു.